ഹലോ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എടുക്കാൻ കാരണം നിങ്ങളുടെ ആ ഒരു വോയിസ് മെയിൽ നിങ്ങൾക്ക് പണി തരുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു iOS 18 ഡൗൺലോഡ് ചെയ്ത് എല്ലാവർക്കും വരുന്നൊരു വിഷയമാണ് അവരുടെ ആ ഒരു ഫോണിലെ വോയിസ് മെയിൽ ആക്ടിവേറ്റ് ആയിട്ട് കുറേ നോട്ടിഫിക്കേഷൻസ് വരാം, അതുപോലെ വിളിക്കുന്ന ആൾക്ക് നിങ്ങളെ കിട്ടുന്നില്ല, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം വേറൊന്നുമില്ല, ഒരു ഫീച്ചർ iOS ഇംപ്ലിമെന്റ് ചെയ്തായിരുന്നു iOS 17 ലൈവ് വോയിസ് മെയിൽ എന്നാണ് ആ ഒരു ഫീച്ചറിന്റെ പേര്. അപ്പൊ ആ ഒരു ഫീച്ചർ ഓഫ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ സംഭവങ്ങളൊക്കെ. അപ്പൊ അത് ഡീആക്ടിവേറ്റ് ചെയ്യാണ്ട് വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ ആ ഒരു iOS 18 ആണ് നിങ്ങളുടെ ഡിവൈസ് എങ്കിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആപ്സ് ഉണ്ടാവും. ആപ്സ് എടുത്തിട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഫോൺ കണ്ടുപിടിക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോണിന്റെ കുറച്ച് ഫീച്ചേഴ്സ് വരും. അവിടെ നിങ്ങൾക്ക് ലൈവ് വോയിസ് മെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓൾറെഡി ഓൺ ആയിരിക്കും. അത് ഓഫ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പം iOS 18 ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡിഫാൾട്ട് ആയിട്ട് ആ ഒരു വോയിസ് മെയിലിന്റെ ലൈവ് വോയിസ് മെയിലിന്റെ ഫീച്ചർ ഓൺ ആവുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്കുള്ളത്. ഇനി എന്താണ് ഈ ഒരു വോയിസ് മെയിൽ എന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, പണ്ടോട്ടുള്ള ടെക്നോളജിയാണ് നമ്മളുടെ ഡിവൈസസിലൊക്കെ ഓൾറെഡി ഉള്ളതാണ്. ഇപ്പം ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും വോയിസ് മെയിൽ എന്താണ്. സംഭവം സിമ്പിളാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരാൾക്ക് വിളിക്കുവാണ്. അപ്പം ആ വിളിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക 20 സെക്കൻഡ് 30 സെക്കൻഡ് റിങ് ചെയ്തു. ഇപ്പൊ റിങ് ചെയ്ത് സാധാരണ നടക്കുന്നത് ഫോൺ കട്ടായി പോവാണ്. അതിന് പകരം വോയിസ് മെയിൽ ഓൺ ആണെങ്കിൽ അപ്പൊ നമ്മൾ പറയുന്ന കാര്യം റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് അവിടെ നിന്ന് കേൾക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ആ ഒരു പറഞ്ഞ ആൾക്കെല്ലാം പറഞ്ഞ് ഏകദേശം സമാധാനമായിട്ട് നമ്മൾ മറ്റേ എൻഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കോൾ ചെയ്ത ആൾക്കത് ഒരു റെക്കോർഡ് വോയിസ് ആയിട്ട് അവിടെ കാണും. ഇതാണ് സംഭവം. അപ്പൊ ആ ഒരു സംഭവമാണ് iOS 18 അപ്ഡേറ്റ് ചെയ്തിട്ട് മിക്ക ഐഫോൺ യൂസേഴ്സും ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രോബ്ലം. അപ്പം അതുകൊണ്ട് കുറെ പേർക്കൊക്കെ എന്താ പറയുക ശല്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ പേർക്ക് അത് ഉപകാരമായിട്ടുണ്ട്. ഇപ്പം ഉപകാരമാവുന്നത് മെയിനായിട്ടും നിങ്ങൾക്ക് കുറെ സ്പാം കോൾസും അതുപോലെ തന്നെ കുറെ ഓഫേഴ്സും അത് ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. പക്ഷേ നമ്മളൊരു പേഴ്സണൽ, അതായത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആ കാര്യം നമ്മൾ വിളിക്കുവാണെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെ ഫോൺ സൈലന്റിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് വെച്ചേക്കുവാണെങ്കിലും ഇത് കുറച്ച് അനോയിങ് ആണ്. ഇപ്പൊ അതായത് ചെറിയൊരു അർജന്റ് കോൾ നമ്മൾ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ വീണ്ടും അത് വോയിസ് മെയിലിലേക്ക് കിടക്കും. പിന്നെ തിരിച്ചു വിളിക്കുമ്പോൾ അത് ആകെ വിഷയങ്ങളാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് രണ്ട് വശമുണ്ട് ഈ ഒരു വോയിസ് മെയിലിന്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇപ്പം കുറെ സ്പാം കോൾസും കുറെ ഓഫേഴ്സ് നിങ്ങൾക്ക് അതും ഇതും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫോണിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഓപ്പൺ ആക്കിയിടാം. വലിയ ശല്യമൊന്നും ഒഴിവാക്കി കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് ഫാമിലി ഫോൺസും അതുപോലെ സ്പാം കോൾസ് ഒക്കെ വളരെ കുറവാണ്. മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് കോൾസ്, ബിസിനസ് കോൾസ് അങ്ങനത്തെ സംഭവങ്ങളാണുള്ളെങ്കിൽ ഇത് മാക്സിമം ഓഫ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പം ഈ ഫീച്ചർ ഓഫ് ചെയ്യാൻ ഇത്രേ ഉള്ളൂ. നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു സെറ്റപ്പ് വഴി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫിക്സ് ആവുന്നതാണ്. iOS 17 വന്നതാണ്. ആ ഒരു സമയത്ത് അത് ഡിഫാൾട്ടിലി ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു ആ ഒരു അപ്ഡേറ്റിന്. പക്ഷെ iOS 8 വന്നപ്പോൾ അത് ഡിഫാൾട്ട് ആയിട്ട് ഓൺ ആയി വരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വിഷയങ്ങൾ നമ്മളിപ്പം കാണുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ വോയിസ് മെയിലിനെ പറ്റി പറയാനായിട്ട്. പറ്റുന്ന ഓഫ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, അത്രേ ഉള്ളൂ.